അരവിന്ദ മിഴിമാരേ കിരമിന്നു കേൾക്കാമേ ശരബിന്ദു മുഖീമാരേ സാദരം അരവിന്ദ മിഴിമാരേ കിരമിന്നു കേൾക്കാമേ. രാഘവോ, രാഘവ, അപ്പോ ഇന്നും നീ ഈ പണി തീർക്കില്ല അല്ലേ രാഘവ? ഇവിടെ എന്താ വല്ല കല്യാണം മറ്റോ നടക്കാൻ പോവാണോ ഇത്രയ്ക്ക് അങ്ങോട്ട് വിസ്തരിക്കാൻ? ദേ ഈ ഭിത്തിയിലൊക്കെ ആ കുമ്മായിട്ട് 4 വലി വലിച്ചേക്ക. പിന്നെ ഈ തടി സാമാനങ്ങള് അത് ഓടിച്ചൊന്നും മിനുക്കിയേക്ക. ഇത്രയല്ലേ ഞാൻ നിന്നോട് പറഞ്ഞോളൂ. അതിന് നീ ഈ കുമ്മായവും കോലും ആയിട്ട് ഇതിനകത്ത് കേറിയിട്ട് ദിവസം എത്രയായി? ഈ നാട്ടില് വെള്ളപൂശുകാര് വേറെ ഇല്ലാഞ്ഞിട്ടല്ല. മാടമ്പിള്ളി മേടയില് യക്ഷിയുണ്ട്, മാടനുണ്ട് എന്നൊക്കെ പറഞ്ഞു നടക്കണ പേടിത്തൂറികള് കാലുറപ്പിച്ച് ഇതിനകത്ത് കുത്തില്ല. നീ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നു, ഞാൻ ധൈര്യമായിട്ട് നിന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചു. അതിന് നീ ഇപ്പൊ എന്നെ എങ്ങനെ മുടിപ്പിച്ചേ അടങ്ങൂന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാ. രാഘവോ, കൽക്കട്ടയിന്ന് ശാരദാമ്മയൊക്കെ ഏത് നിമിഷവും കേറി വരാം. അപ്പോഴും നീ നിന്റെ ഈ കോലുമായിട്ട് ഇവിടെ നിൽക്കാൻ തന്നെയാണോ ഭാവം? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് തീർന്നേടത്തോളം പണി തീർന്നാ മതി, നിർത്തിയേക്ക. ഇനി നീ ഇതും പറഞ്ഞ് ഇതിനകത്ത് ചുറ്റിത്തിരിയണ്ട. ദേ ഞാൻ കൂലി തരില്ല. രാഘവോ, ഞാൻ ഈ പറയണതൊന്നും നീ കേൾക്കണില്ലേ? ഇവൻ എവിടെ പോയി കിടക്കുക? ഒളിച്ചിരുന്ന പെയിന്റ് അടിക്കുന്നേ. രാഘവോ, രാഘവോ, രാജപ്പോ, ഗോപാലകൃഷ്ണ. അയ്യോ, കൊടയോ? ആ, വാരിറ്റും നീരതാളിപ്പുരുകുഴൽ പിടിപെട്ടുന്ന മിപ്പിച്ചിടുമ്പോൾ തീരെ ചിമ്മിട്ടു നേത്രാംബുജമ വിളളകാതങ്ങനെ നിന്നിടുന്നു. വൈദ്യരെ, തീരെ ചിമ്മിട്ടു നേത്രാംബുജമ വിളളകാതങ്ങനെ നിന്നിടുന്നു. അപ്പോ അക്ഷരം വാ. വാര്യർക്ക് വായിക്ക് വല്ലതും തോന്നുവോ? വായിക്ക് എനിക്ക് ഏതാണ്ടൊക്കെ ശരിക്കും തോന്നുന്നുണ്ട് വൈദ്യരെ. എത്ര നേരമായി കിടന്ന് വിളിക്കണോ? ആ, നമ്മുടെ ദാസപ്പൻകുട്ടിയെ കണ്ടാലേ വീട്ടിലോട്ട് ഒന്ന് വരാൻ പറയണം. ഞങ്ങളുടെ തൊട്ടി കിണറ്റിൽ വീണു, അതൊന്ന് എടുക്കാനാ. മറക്കാതെ പറഞ്ഞേക്കണേ. അപ്പോ വാ. മാടമ്പിള്ളി പോയി ലേശം താമസിച്ചു. ആ, നടക്കട്ടെ നടക്കട്ടെ. ഉണ്ണിത്താന്റെ മോളുട്ടി ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് പോയേ ഉള്ളൂ. അതെയോ? ആയിക്കോട്ടെ. ആ, എന്നിട്ടിപ്പൊ എന്തായി? എന്താവാൻ, ഞാൻ വാര്യർക്ക് ഒരു പാ അങ്ങോട്ട് ഇട്ടു കൊടുത്തു. എന്നിട്ട് വാര്യർ കിടന്നോ? ഹായ്, പായിട്ടാ കിടക്ക്. ഞാൻ ആ പായ്ക്ക് ഇങ്ങോട്ട് പിടിച്ചു, എന്നിട്ടൊരു താ ഇങ്ങോട്ട് ഇട്ടു കൊടുത്തു. താ, അത്രയല്ലേ ഉള്ളൂ. താക്കി പിടിച്ചോളൂ. താക്കോലെടുക്കാതരുണോദയത്തിൽ താനേ മുഴങ്ങു. നിർത്ത്. താക്കോൽ കൊടുക്കാതേന്ന് ചൊല്ലൂ. അതേലോ, താക്കോലെടുക്ക. പിന്നെ ഉണ്ണിത്താൻ എന്താ താക്കോൽ എടുക്കാതെ? എന്താ ഇത്? എടുത്തിട്ടില്ല, അത്ര തന്നെ. ശരിക്കും താക്കോൽ എടുത്തിട്ടില്ല. മാടമ്പിള്ളിയിലെ മേട പൂട്ടിയിട്ട് താക്കോൽ എടുക്കാൻ മറന്നിരിക്കണു. ദാസപ്പാ, നിന്നെ തെക്കേടുത്ത ഉണ്ണിത്താന്റെ മോള് ഒന്ന് തിരക്കിട്ട് പോയിട്ടുണ്ട്. അവരുടെ തൊട്ടിയെ മറ്റോ കിണറ്റിൽ വീണു, അതൊന്നും എടുത്തു കൊടുക്കാനാ. അറിഞ്ഞറിഞ്ഞു, അങ്ങോട്ട് തന്നെയാ പോകുന്നത്.
ആരാ? ആ ഉണ്ണിത്താൻ ചേട്ടനോ? താനിപ്പ എങ്ങോട്ടാ? ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. സാധനം എടുത്തോ? ഇല്ല. താനെങ്ങനെ അറിഞ്ഞു? നമ്മളെ വൈദ്യര് പറഞ്ഞു. എന്നാ പിന്നെ അല്ലി എന്റെ അടുത്തേക്ക് നേരത്തെ ഒന്ന് വിട്ടാ പോരായിരുന്നോ? അതിന് ഞാൻ വീട്ടിൽ പോയില്ലടോ. ആ എങ്കി വാ, നമുക്ക് ഇപ്പൊ തന്നെ പോയത് അങ്ങ് എടുത്തേക്കാം. തനിക്ക് ഈ രാത്രിയില് അത്രയിടം വരാൻ ഭയമൊന്നുമില്ലല്ലോ? കൊള്ളാം. എനിക്കോ? നല്ല കാര്യമായി. ചേട്ടന് ഭയമുണ്ടോ? ഹേയ്, നാളെ എടുത്താ മതി എന്ന് വിചാരിച്ചതാ. പക്ഷെ കിടന്ന ഉറക്കം വരും. അത് ഈ ചൂടിന്റെയാ. സംഗതി ഞാൻ ഇപ്പൊ എടുത്തോ കൈ തന്നേക്കാം. ഒരു 10 തൊട്ടി വെള്ളത്തിന് കുളിച്ചോ. ഒരു പാതാളക്കരണ്ടി കിട്ടിയിരുന്നെങ്കിലേ. പാതാളക്കാരന്റെയാ? എന്തിന്? അല്ല വേണമെന്നില്ല, നമുക്ക് കിണറ്റിൽ ഇറങ്ങിക്കളയാം. അല്ല, മാടമ്പിള്ളിയിലെ താക്കോലെടുക്കാൻ നീ എന്തിനാ ദാസപ്പാ കിണറ്റിൽ ഇറങ്ങണേ? മാറമ്പള്ളിയുടെ താക്കോല്? അപ്പൊ തൊട്ടി എടുക്കണ്ടേ? തൊട്ടിയാ? എന്തോന്ന് തൊട്ടി? കിണറ്റി വീണ തൊട്ടി. നിനക്ക് എന്താ ദാസപ്പൻകുട്ടി? സാധനം എടുക്കാന്ന് പറഞ്ഞിട്ട് നീ എന്നെ വഴിയിലിട്ട് വടിയാക്ക. തൊട്ടിയേ, നിങ്ങൾ നടക്കണേ ദാസപ്പൻകുട്ടി. അല്ല, നമ്മളിപ്പോ എങ്ങോട്ടാ പോന്നെ? നിനക്ക് പറയുന്നത് മനസ്സിലായില്ലേ? മാടമ്പിള്ളിയിലോട്ട്. അയ്യോ, ഈ രാത്രിയിലോ? തൊട്ടി എടുക്കാനെന്നല്ലേ ഞാൻ വിചാരിച്ചേ. നീ അങ്ങനെ ഒരുപാട് വിചാരിക്കണ്ട. ഇങ്ങോട്ട് നടക്കാനല്ലേ പറഞ്ഞത്? ദാസപ്പൻകുട്ടി, എന്താ നിന്റെ നാള്? വെള്ളിയാഴ്ച. അതാ നിന്റെ നാള്? ഒന്ന് മിണ്ടാടക്ക്, വല്ലാത്ത മുഴക്കം. പേടി തോന്നുന്നുണ്ടെങ്കിലേ ഒന്ന് പാടിയാ മതി. ഞാൻ ഏതായാലും ഒരു ശ്ലോകം ചെല്ലാൻ പോവാ. ഞാൻ എന്താ ആരാ ഇത് തുറന്നത്? താക്കോലിട്. ദാസപ്പാരാ? ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കിട്ടിയിട്ടുണ്ട്. അവിടെ നിൽക്കുക. വേറെ ആരുമില്ല, മാടമ്പള്ളിയിലെ പഴയ തമിഴ് തന്നെയാ. അസമയത്ത് അവിടെ നിൽക്കാതിരുന്നുണ്ടല്ലോ, ആയുസിന്റെ ബലം കൊണ്ടാ. 4 തകടി പൂച്ചിട്ടുണ്ട്. പരിഭ്രമിക്കാനൊന്നുമില്ലല്ലോ. ഭയപ്പെടണ്ട, എന്റെ ഈ തകട് അത്ര മോശമൊന്നല്ല. മിണ്ടാതെ ഉരിയാടാതെ മേടയ്ക്കുള്ളിലെ 4 മൂലയ്ക്ക് അങ്ങോട്ട് സ്ഥാപിക്കുക. എനിക്കിപ്പൊ കക്കൂസി പോണം. എന്റെ അമ്മോ, ഇന്നലെ രാത്രി ഉണ്ണിതാൻ ചേട്ടനെ ഇത്രയ്ക്ക് അങ്ങ് പേടിച്ചത്. ഛേ, നാണക്കേട്. മനുഷ്യനായ ഒരു ശേന യുക്തിബോധം വേണ്ടേ, ധൈര്യം വേണ്ടേ? ഏതായാലും ഞാനും കൂടെ ഉള്ളപ്പം ഇങ്ങനൊരു സംഭവം നടന്നു നാട്ടുകാർ അറിയണ്ട. വിശക്കുന്നു. എന്താ എന്താ പറ്റി?